ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇന്നലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരമായിട്ട് നടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനും കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക പ്രതികരണമായിരുന്നു നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് ലഭ്യമായത്. അതിന് ശേഷം ഞാൻ അവരോട് റിവ്യൂ ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ മെസ്സേജുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനിടയായി. എന്തായാലും ഇത് ക്ലാസ്സിൽ പങ്കെടുത്തവരോടാണ് പറയുന്നത്. നിങ്ങൾ ഇന്നലെ കേട്ട കാര്യങ്ങളൊക്കെ ദൈനംദിന ജീവിതം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അങ്ങനെ പ്രാവർത്തികമാക്കിയവരൊക്കെ വിജയിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഒരാളായി നിങ്ങളും തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും പങ്കെടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർ, എന്നെ കേൾക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ അത് അറിയാൻ പറ്റും. ഇന്നലെ രാത്രിയിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഏകദേശം രാത്രി 1 മണിയായി. ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ 1-2 കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വഴിയിൽ ഭയങ്കര മഴ എല്ലാം കൂടെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി ഏകദേശം 1 മണിയായി. അതിൻ്റെ കൂടെ തന്നെ തൊണ്ടയ്ക്കും ചെറിയ പനിയുടെ ആരംഭമാണ് തോന്നുന്നു. എനിവേ, എന്തായാലും നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഖമേനിയുടെ കബറടക്കം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇതിലായിട്ടും കബറടക്കം കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതുവരെയായിട്ടും സോറിയേ, എൻ്റെ സൗണ്ട് മാറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. അപ്പം ഇതുവരെയായിട്ടും ഖമേനിയുടെ കബറടക്കം കഴിഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുവരെയായിട്ടും മുജ്തബ ഖമേനി പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഓക്കെ, ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായ മുജ്തബ ഖമേനി ഇതുവരെയായിട്ടും പൊതുജനമധ്യത്തിൽ ഇതുവരെയായിട്ടും പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഇപ്പം ആ ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആൾക്കാർക്ക് സംശയം ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ വഴിയോ അല്ലെങ്കിൽ പൊതുജനമധ്യത്തിലോ ഒക്കെ വരാതിരിക്കും കാലം ലോകത്തിന് മുഴുവൻ സംശയത്തിന് ധ്വനിയുണ്ട്. കാരണം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അത്രയ്ക്ക് സിവിയറായിട്ട് പരിക്ക് പറ്റി ആണോ എന്നൊരു സംശയം ലോകത്തിനുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, സോറി ഞാനിങ്ങനെ സംസാരിക്കുന്നതിന് നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ അവസ്ഥയോട് മനസ്സിലാക്കുക. അപ്പം ഇതിനിടയിൽ സീസ് ഫയർ വയലേഷൻ നടന്നു. സീസ് ഫയർ വയലേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോസിൽ കൂടെ പോകുന്ന പല വസലുകൾക്കും പല ഷിപ്പിംഗ് കമ്പനികളുടെ വസലുകളെയും ARGC ആക്രമിച്ചു എന്ന് പറയുന്നൊരു ന്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ മറുപടി എന്നോണം US നല്ല രീതിയിൽ കയറി മേഞ്ഞു. ഇന്നലെയും നല്ല രീതിയിൽ അടിച്ചു. ഇന്നലെ ഒരു കപ്പലിനെ അവരിങ്ങോട്ട് അടിച്ചു. അതിന് മറുപടിയായിട്ട് US ഇന്നലെ നല്ല രീതിയിൽ ആക്രമിച്ച് ഒത്തിരി പേരവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിവിയറായിട്ട് അവിടെ ഡാമേജും പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രതികരണം ഇതുവരെയായിട്ടും നമുക്ക് IRGCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ UAEയിലും ബഹ്റൈനിലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ വന്നു എന്ന് പറയുന്ന ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പം IRGC, അവിടുത്തെ ഭരണകൂടവും IRGC, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇറാൻ എന്ന രാഷ്ട്രത്തിൽ 2 വിഭാഗമാണ്. ഒന്ന് IRGC നയിക്കുന്ന ഒരു വിഭാഗവും ഒന്ന് അവിടുത്തെ സർക്കാരും. ഈ 2 ഭാഗങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടും 2 തട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കുന്ന അവരുടെ 2 പേരുണ്ട്. ഒന്ന് മറ്റേ അഗർച്ചി, അവരുടെ പിന്നെ ഫോറിൻ മിനിസ്റ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹവും പിന്നെ അവരുടെ പ്രസിഡന്റ് പഷസ്കിയാൻ. ഇവർ 2 പേരാണ് കൂടുതലും പ്രസ്താവനകളിലൊക്കെ വരുന്നത്. IRGCയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഒന്നും വരുന്നില്ല, അവർ ആക്ഷൻ മാത്രമാണ്. അപ്പം ഈ മറ്റവരെന്ത് പറഞ്ഞാലും സമാധാനത്തിന് മുൻതൂക്കം കൊടുത്ത് എന്ത് കാര്യം ഈ പെഷസ്കിയാനും അല്ലെങ്കിൽ മറ്റേ അബ്ബാസ് അഗർച്ചി പറഞ്ഞാലും അതൊന്നും IRGC മുഖവിലേക്കെടുത്തില്ല. അതിന് ഓപ്പോസിറ്റ് പരിപാടികളാണ് അവർ ചെയ്യുന്നത്. അപ്പം അവിടെ തന്നെ വലിയൊരു ക്ലാഷ് ഉണ്ട്. പിന്നെ ഇവർക്ക് അത് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല, മുച്ചൂടെ മുടിപ്പിച്ച് അടങ്ങുക എന്നുള്ളൊരു മനോഭാവമാണ് ആർക്ക്, ഈ IRGCക്ക്. അപ്പോൾ വരും മണിക്കൂറുകളിൽ, ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ഹോർമൂസ് കംപ്ലീറ്റ്ലി ഒരു ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ചരക്ക് നീക്കത്തെ വലുതായിട്ട് ബാധിക്കും, ക്രൂഡ് ഓയിലിനെ വലുതായിട്ട് ബാധിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $73 മുകളിൽ പോയി. $73 മുകളിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ്
മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ട്രംപിൻ്റെ കാര്യം പറയാം. അപ്പോൾ ട്രംപിന് ഇതിനിടയിൽ ഒരു ന്യൂസ് ഫേക്ക് ന്യൂസാണോ ഉള്ള ന്യൂസാണോ അറിയത്തില്ല. ട്രംപിനെ കൊലപ്പെടുത്താനുള്ളൊരു പദ്ധതി IRGC തയ്യാറാക്കുന്നെന്ന് പറഞ്ഞ് ഒരു ഡയലോഗും അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ അത് പിന്നെയും പുള്ളിക്ക് പിരിമുറുക്കം കൂട്ടി, പുള്ളിയുടെ BP പിന്നെയും അത് കൂട്ടി. പുള്ളി പറഞ്ഞു, അങ്ങനെ എന്നെ കൊലപ്പെടുത്താൻ അവർ തയ്യാറാക്കിയാൽ, എന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ 1000 മിസൈൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇറാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കാത്തക്ക രീതിയിലുള്ള സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പുള്ളി തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പം ഇതെല്ലാം കൂടി അങ്ങോട്ട് വാക്പോരുകൾ തുടങ്ങി. ഇതിനിടയിൽ പിന്നെ ട്രംപ് പറഞ്ഞു, ഓക്കെ അവർക്ക് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെങ്കിൽ ദർ ഇസ് നോ സീസ് ഫെയർ ഈസ് ഓവർ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് സീസ് ഫെയർ ഇല്ല, ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 2 കപ്പലിനെ അടിച്ചപ്പോൾ അങ്ങോട്ട് കയറി മേഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, സീസ് ഫെയർ ഇനി വാലിഡ് അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിൽ പെട്ടുപോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. ഇതിൻ്റെ എല്ലാം പ്രത്യാക്രമണം അനുഭവിക്കേണ്ടത് ആരാണ്? ഗൾഫ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ എല്ലാം കൂടെ വളരെ അൺസർട്ടനിറ്റി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം US കയറി അടിച്ചപ്പോൾ അവരുടെ ചബഹാർ പോർട്ടിനെ അടിച്ച് ഉന്മൂലം മാശം. ഇനി അത് ഗുണം പിടിക്കുകയില്ല. അത് ഇനി എഴുന്നേക്കാത്ത രീതിയിൽ അവർ ആ ചബഹാർ പോർട്ടിനെ നശിപ്പിച്ചു. അതിൻ്റെ ടവറില്ലേ, വാച്ച് ടവർ, ആ ടവർ മുഴുവൻ അവർ, നമ്മുടെ എയർപോർട്ടിലെ കണ്ടിട്ടില്ലേ, മേളിൽ ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കുന്ന ടവറില്ലേ, അതുപോലെ തന്നെ ഈ ഷിപ്പ് യാർഡിന് അതുപോലെ ടവറുണ്ട്. ആ ടവർ മുഴുവൻ അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ആ ചബഹാർ പോർട്ട് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വൻ നാശനഷ്ടങ്ങളാണ് US വരുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവരെ ഈ ആക്രമണത്തിൽ ഇനിയിപ്പം IRGCയുടെ ഭാഗത്ത് പ്രതികരണം വന്നാൽ തിരിച്ചാക്രമിക്കുമെന്ന് US പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഈ പരിപാടിക്ക് ഇസ്രായേലിനെ ഉൾപ്പെടുത്തത്തില്ല, ഞങ്ങൾ ഇസ്രായേലിനെ ഇതിനതിൽ കൂട്ടുകൂടിക്കത്തില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് വേറെ വെറുപ്പോ വിദ്വേഷമൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് ഇസ്രായേലിനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ കയറി അങ്ങ് മേയും. അതായത് US ആക്രമിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇസ്രായേലിൻ്റെ ആക്രമണം. അവർ ശരിക്കും നല്ല രീതിയിൽ വളരെ സിവിയറായിട്ട് ആക്രമിക്കാനുള്ള സാധ്യത അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചാണ് ഇസ്രായേലിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ കലുഷിതമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലും ഇതേ രീതി തുടരുവാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ എന്നുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ഇനിയും മാർക്കറ്റ്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാർക്കറ്റ് നാളെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്രൂഡിൻ്റെ വില നോക്കുവാണെങ്കിൽ ക്രൂഡിൻ്റെ വില $70 $73 എത്തി. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു നെഗറ്റീവ്സും ഉണ്ട്. അങ്ങനെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ഈ കാണാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 24,000 ആണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടിനകത്തിൽ മാർക്കറ്റ് കയറി കൂട്ടിനകത്ത് പെട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കൂടൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞെങ്കിലും മാർക്കറ്റ് ഈ ഏരിയയിലെത്തിയപ്പോൾ ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചു, സാറേ വീണ്ടും നമ്മുടെ കൂട്ടി കയറി ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ശരിയാണ്, പക്ഷേ ഇതെല്ലാം കൂടെ വരച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടർ ചലന്തി പോലെ ആയിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പഴയതൊക്കെ മായ്ച്ചു കളഞ്ഞത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,000 ആയിരിക്കും നമ്മുടെ തലവര. മനസ്സിലായില്ലേ? ഈ 24,000 എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇല്ല, മാർക്കറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,295 ഈ പ്ലസ് ഈ പറയുന്ന നമ്മുടെ ബോക്സിൻ്റെ കൂടിൻ്റെ മുകൾവശം, ഈ കൂടിൻ്റെ മുകൾവശം 295, 280 295 ഇതായിരിക്കും നാളത്തെ മുകളിലോട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് ഇവിടുന്ന് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 295 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. അത് കടന്നു പോയി കഴിഞ്ഞാൽ 24,376 നമുക്ക് കിട്ടും. ഇനി അല്ല ഗ്യാപ് ഡൗണോടുകൂടിയാണ് ഈ കൂടും പൊട്ടിച്ച് ഈ 24,143 പൊട്ടിച്ച് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളത് 24,080 ടെമ്പററി സപ്പോർട്ടാണ്. 24,000 നമ്മുടെ മേജർ സപ്പോർട്ട്. അപ്പോൾ ആ 24,000 മാർക്കറ്റ് ഇറങ്ങി വരുന്നത് നോക്കുക. അവിടെ എന്ത് സംഭവിക്കും, 24,000 നിലനിർത്തുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രമേ നിലവിൽ നമുക്കിതിനെ ഇപ്പം തൽക്കാലം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡെയിലി ക്യാൻഡിലൂടെ നമുക്കൊന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ എല്ലാ ആഴ്ചയും ഡെയിലി വീക്കിലി മന്ത്ലി നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ
നമുക്കത് നോക്കിയേക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡെയിലിയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നമുക്ക് ഇത് ഡെയിലി ക്യാൻഡിലാണ്. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ട് പറഞ്ഞ് ഈ ട്രെൻഡ് ലൈൻ കടന്ന് മേലോട്ട് പോയി വീണ്ടും തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ 23,800 കടന്ന് മാർക്കറ്റ് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് 3 ദിവസത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കിയ ഒരു കാര്യം ഇവിടെ മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലുണ്ട്, ഈ ഒരു വലിയ റെഡ് ക്യാൻഡിലും പിന്നെ ഉണ്ടായിരിക്കുന്ന 2 ഗ്രീൻ ക്യാൻഡിലുമാണ്. പക്ഷെങ്കിൽ ഈ 2 ഗ്രീൻ ക്യാൻഡിൽ ഈ വലിയ ക്യാൻഡിലിൻ്റെ വയറ്റിൽ കിടക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഭാഷ പറയുകയാണ്. നിങ്ങൾക്ക് ആ സ്വഭാവം, ആ മാർക്കറ്റിന് അതിൻ്റെ കറക്റ്റ് സ്വഭാവം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഈ പറയുന്ന ഈ വലിയ ക്യാൻഡിലിൻ്റെ വയറ്റിലാണ് ഈ 2 ക്യാൻഡിൽ കിടക്കുന്നത് അല്ലേ. അതായത് ഇതിനെ വിഴുങ്ങി ഇതിനകത്ത് നിൽക്കുകയാണ്. ഈ ക്യാൻഡിലിനകത്താണ് ഈ 2 ക്യാൻഡിലും ഫോം ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പം എന്താണ്, ഇവിടെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. അല്ല, ഇവിടെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് 24,309 എന്ന് പറയുന്ന ആ ഏരിയ, ഈ 24,300 മുകളിലോട്ട് മാർക്കറ്റ് പോയെങ്കിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞാൽ. അല്ലാത്തടത്തോളം കാലം ഈ വലിയ പാമ്പിൻ്റെ വയറ്റിൽ തന്നെ കിടക്കുകയാണ് ഈ 2 ഓലം, ഈ രണ്ട് പുളകൻ എന്ന് പറയാം. 2 പുളവൻ നമ്മുടെ പടിഞ്ഞാറ് നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിവിടുന്ന് പുറത്ത് കിടക്കാത്തിടത്തോളം കാലം നമുക്ക് മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നാളെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. എന്നെങ്കിലാണ് നമുക്ക് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ട്രെൻഡ് ലൈനിൽ എത്തണം മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിവേ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കി കാണാം. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതങ്ങ് കളഞ്ഞേക്കാം. അപ്പം നാളെ ഞാൻ പറഞ്ഞല്ലോ 24,000 നമ്മുടെ മെയിൻ സംഗതി. അവിടെ ഞാനിപ്പോൾ ഇപ്പം ഈ സമയത്ത് എന്ത് പറഞ്ഞാലും ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ 24,000 ഞാൻ എന്ത് പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും ഇവിടെ കിടന്ന് വളവള സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ വേറെ ഒരു അൺസർട്ടനിറ്റിയുള്ള ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ ഞാൻ നേരത്തെ മാതിരി ഞാൻ വോയിസ് ഇടാം. ആ വോയിസ് ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പറ്റുമെന്നെങ്കിൽ രാവിലെ ഞാൻ വോയിസ് ഇടാം. ഓക്കെ, നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് രാത്രി 2 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആകും, കാര്യങ്ങൾക്ക് ഒരു ഗതി മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു വോയിസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ബാക്കി പറയേണ്ട കാര്യം ഞാനില്ല. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതായിരുന്നു നമ്മൾ 56,759 ഗ്യാപ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി നേരെ തിരിച്ച് ഇവിടെ തന്നെ വരേണ്ടി വരും. എന്തായാലും ലെവലുകൾ നിങ്ങളുടെയിലുണ്ട്, നിങ്ങൾ നോക്കുക. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നാളെ ഞാനൊരു കാര്യം പറയാം. ഇപ്പം മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. നമുക്കൊരു ഡേ ക്യാൻഡിൽ നോക്കാം. ഇവിടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ. ഇപ്പം മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. മാർക്കറ്റ് ഇത്രയും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുമ്പോഴും മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ അടിച്ചു. ഓൾ ടൈം ഹൈ അടിച്ചതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ആ സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഓക്കെ, ഇനിയിപ്പം നാളെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ ഏറ്റവും ആദ്യം വീഴാൻ പോകുന്നത് ഈ പറയുന്ന മിഡ് ക്യാപ്പ് ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നതിൽ സൂക്ഷിക്കുക. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു PE ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഓൾ ടൈം ഹൈ നാളെ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഓൾ ടൈം സസ്റ്റെയിൻ ചെയ്തില്ല, ഇവിടുന്ന് നേരെ മാർക്കറ്റ് വീണ്ടും ഇതുപോലെ തന്നെ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത് BSEയുടെ കാര്യം അതുപോലെ തന്നെ അതാ നോക്കിക്കേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2-3 ആഴ്ചയ്ക്ക് മുന്നേ നമ്മളിങ്ങനെ ഒരു സംഭവം വരച്ചിട്ടിരുന്നു ഇവിടെ ഇല്ലേ, ഒരു ഫ്ലാഗ് ആൻഡ് ബോൾ. അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് തിരിച്ചെന്ത് ചെയ്തു, 3570 റേഞ്ചിലോട്ട് മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ തിരിച്ചിവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ നടത്തി വീണ്ടും മാർക്കറ്റ് നാളെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ വീണ്ടും തിരിച്ചെന്ത് ചെയ്യും, ഈ പോയിന്റിലോട്ട് വരും. ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പിന്നെ 3233 കാണേണ്ടി വരും. എനിവേ ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റിലയൻസിൻ്റെ കാര്യം കൂടെ എടുക്കാം. റിലയൻസിൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിലയൻസ് ഒന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചു. റിലയൻസ് ഒന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഓക്കെ,
ഈ 1297 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ മുകളിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നാളെ റിലയൻസിനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഒന്നുകിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിയാൽ 1323 നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആരുടെ, റിലയൻസിൻ്റെ. അല്ല തിരിച്ച് വീണ്ടും 1297 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റിലയൻസ് താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ റിലയൻസിന് നിങ്ങൾ വാച്ച് ചെയ്യുന്നവർ 1297 നോക്കുക, അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കി അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് കൂടെ പ്ലാൻ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ സംസാരിക്കാൻ നമുക്ക് തൊണ്ടയ്ക്ക് വരുന്ന വേദന എടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും രാവിലെ ഞാനൊരു വോയിസ് ഇടാം, നാളത്തെ രാത്രിയിലത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അറിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ സഹകരിച്ച എല്ലാവരോടും നന്ദി. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.